ഹലോ ആരാ ഫോൺ? ഹലോ ആ ആ എത്ത ഒരു 10 മിനിറ്റ്. അല്ല ഇറങ്ങിക്കാനെ എന്തോന്നു നിനക്ക്? കല്യാണത്തിന്റെ കാര്യം എന്റെ കുഞ്ഞമ്മയുടെ മോളുടെ. അത് അടുത്ത തിങ്കളാഴ്ച, ഇന്ന് ഞായറാഴ്ച ആയോളൂ. ആ ഞായറാഴ്ച ചേട്ടൻ മറക്കൂല. അന്ന് രാവിലെ പോവാ. രാവിലെ പോവാനാ? പിന്നെ 2 ദിവസം മുമ്പ്. 2 ദിവസം മുമ്പ് പോകണം. 2 ദിവസം മുമ്പ് അവിടെ കല്യാണത്തിന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആരും നോക്കും? പഞ്ചായത്തിൽ ഒരുപാട് ജോലികൾ പെൻഡിങ് കിടക്കണമെന്ന്. അമ്പിളിച്ചേട്ടൻ എന്തിനാ ഇപ്പോഴും നാട്ടുകാരെ കാര്യം വെച്ച് നടക്കണം? അപ്പൊ എന്റെ കാര്യത്തില് ഒരു വിലയില്ലേ? എന്റെ കാര്യം ശ്രദ്ധ ഉള്ളതുകൊണ്ടല്ലേ ഞാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞത്. എനിക്ക് 2 ദിവസം മുമ്പ് പോകണം. ഞായറാഴ്ച രാവിലെ പോയാൽ എന്തായിരുന്നാലും 2 ദിവസം മുമ്പ് പോകുന്ന കാര്യം നടക്കൂല. എനിക്ക് പഞ്ചായത്ത് ഒരുപാട് ജോലി കിടപ്പുണ്ട്. പിന്നെ ആ വീൽ ചെയറിന്റെ കാര്യമൊക്കെ ഒന്ന് അന്വേഷിച്ച് ഇന്ന് റെഡിയാക്കി കൊടുക്കണം. ഞാൻ അതൊരു പോയിട്ട് വരാം. അതൊന്ന് റെഡിയാക്കിയിട്ട് നമുക്ക് 2 ദിവസം മുമ്പ് പോവാം. ഈ വീണ്ടും അത് തന്നെ പറഞ്ഞു 2 ദിവസം മുമ്പ് 2 ദിവസം ആണെങ്കിൽ നീ വെക്കോ, ഞാൻ കൊണ്ടാക്കി തരാം. അതൊന്നും പറ്റില്ല, അമ്പിളിച്ചേട്ടൻ്റെ കൂടെ പോയാൽ മതി. പിന്നെ കല്യാണത്തിന് രാവിലെ നമുക്ക് പോവാം കേട്ടാ. അമ്പിളിച്ചേട്ടാ ഹലോ 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 ആ അൻസാറ എവിടെയാണ്? നിങ്ങൾ വണ്ടിയും കൊണ്ട് വരുമെന്ന് പറഞ്ഞിട്ട് കുറേ നേരമായി ഞാൻ ഇവിടെ വണ്ടി നോക്കി നിൽക്കുകയല്ലേ. ഒരു ആവശ്യത്തിന് വരാൻ നിങ്ങൾ സമയത്ത് വണ്ടി കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ വരിക. ഇല്ലെങ്കിൽ എന്നെപ്പോലെ ഒരു പ്രമുഖ ഇങ്ങനെ റോഡിൽ നിന്ന് വായി നോക്കാനൊന്നും പറ്റില്ല. ആ നീ സൗകര്യമുള്ളപ്പോൾ വിളിച്ചാൽ മതി. കളിക്കുന്നു. ഇവിടെ ജനിച്ചു വന്ന ആളല്ലേ, ഞാൻ പിന്നെ ഇവിടെ നിൽക്കാതെ. ഞാനൊരു വഴിക്ക് പോകാൻ വേണ്ടി ഒന്ന് ഒരു ടീം വണ്ടിയായിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് വണ്ടി എന്തോ വഴിയിലായിരുന്നോ അങ്ങനെ എന്തോ പ്രശ്നം. അതാണ് മനു. അതാണ് സർ മനു. എൻ്റെ പേരാണ് സർ മനു. നിന്റെ പേര് മനു. എനിക്കൊരാളെ കാണുമ്പോൾ തന്നെ അയാളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റും. ആ കഴിവുള്ളത് കൊണ്ടല്ലേ ഞാൻ ഈ സെയിൽസ് ഫീൽഡ് തിരഞ്ഞെടുത്തത് സാർ. നീ ഇപ്പോൾ ഈ മറ്റേ ജാതകമൊക്കെ പറയണം. ബാഗ് തത്തമ്മയാണോ ബാഗിനകത്ത്? തത്തമ്മ എന്നല്ല സാറേ, ഈ സെയിൽസ് മാർക്കറ്റിംഗ്. സാറിന് സിബിലുണ്ടോ? സിബിലുണ്ടോന്ന് ഒരു വിസിലുണ്ട്, അത് ഊതിയില്ലെങ്കിലും കേൾക്കും. പേര് തങ്കോന്നാ, വീട്ടിലുണ്ട്. അതല്ല സാർ ഞാൻ ചോദിച്ചത്. സാറിന് ലോണും എല്ലാം എടുത്തിട്ട് മുടങ്ങിയിട്ടുണ്ടോ എന്തെങ്കിലും? ഞാൻ ലോൺ അങ്ങനെ ഒരു പരിപാടിയേ ഇല്ല. ലോണില്ല. സാർ ഇവിടെ വർക്ക് ചെയ്യുന്നത് പഞ്ചായത്തിലാണ്. പഞ്ചായത്തിലെ സെക്രട്ടറി ആണോ സാർ? അല്ല, അതിന് മുകളിലാണ്. മെമ്പറോ? മെമ്പറും അല്ല, അതിന് മുകളിൽ കുറേ മുമ്പ് എക്സ് മെമ്പറാണോ സാർ? പഴയ മെമ്പറായിരുന്നു. എന്നിട്ടാണ് സാർ ഇങ്ങനെ റോഡിൽ കാറ് കാത്തിരിക്കുന്നത്? സാർ സ്വന്തമായിട്ട് വണ്ടിയില്ല? മെമ്പറായ പിന്നെ വണ്ടി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. മാത്രമല്ല, ഞാൻ മെമ്പറായിരുന്നപ്പോൾ പഞ്ചായത്തിൻ്റെ ഒരു നയാ പൈസയും ഞാൻ എടുത്തിട്ടില്ല. ഞാൻ ജനങ്ങളെ സേവിക്കാൻ വേണ്ടി മാത്രമേ നിന്നിട്ടുള്ളൂ. അങ്ങനെയൊക്കെ നോക്കിയെങ്കിൽ എനിക്ക് എൻ്റെ വീട്ടിലിപ്പോൾ 5 കാറ് കിടക്കണം. എന്നാലും സാറിനൊരു കാറ് വേണം സ്വന്തമായിട്ട്. എല്ലാ കാര്യങ്ങളും ഞാൻ സെറ്റ് ചെയ്തില്ല സാറിന്. തന്നെ സാറ് ചെയ്യേണ്ടത് ഒരു 4 ഫോട്ടോ, ഒരു പാൻ കാർഡ്, ആധാർ കാർഡ്, ഒരു 7 ചെക്ക് എന്നെ അയപ്പിക്കണം. ബാക്കി എല്ലാം ഞാൻ സെറ്റ് ചെയ്ത് തരാം. അതാണ് സാർ മനു. നീ സെയിൽസ് മറ്റേ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് വണ്ടി കച്ചവടം. എനിക്ക് മറ്റേ ഈ മാസം ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ ഒരു കസ്റ്റമർ കൂടി വേണം. സാറിന് ടീം ലീഡറിനെ മുഴുവൻ തെറിവിളി ഇട്ടിട്ടാണ്. നിന്റെ നല്ല സമയം, നല്ല ആളുടെ മുമ്പാണ് നീ വന്ന് പെട്ടേക്കും. സാറ് ഇങ്ങനെ താല്പര്യമുണ്ടോ സാറിന് വണ്ടി എടുക്കാൻ? അതെ. ഇതിന് നമ്മൾ എത്ര രൂപ ആദ്യം അടയ്ക്കണം? സാറ് ആദ്യം 1 ലക്ഷം രൂപ അടയ്ക്കേണ്ടി വരും. അത്രേ ഉള്ളൂ? ബാക്കിയെല്ലാം ലോൺ ഞാൻ റെഡിയാക്കി തരാം സാറിന്. 1 ലക്ഷം രൂപ അടച്ചാൽ മതി? അഡ്ജസ്റ്റ് ചെയ്ത് തരാം സാറേ. ബാക്കി ലോൺ കിട്ടും? ഓ. അപ്പോൾ ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ്? വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? സാറ് ഡീസൽ അടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ വണ്ടി ഓടിക്കുമ്പം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടിടിക്കും. അത് അറിയാം. അതല്ല മോനെ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഇത് കഴിഞ്ഞാൽ ഇതിൻ്റെ തിരിച്ചടവുണ്ടല്ലോ, നീ തരുന്ന ലോണ്, അത് തിരിച്ചടക്കണതിൻ്റെ ആ വ്യവസ്ഥകൾ പറ. സാർ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ബാങ്കുകാർ നോക്കിക്കോളും. കാരണം അവരാണല്ലോ സാറിന് ലോൺ തരുന്നത്. അപ്പോൾ ലോൺ എടുത്ത് തരണ വരെ ഉള്ളൂ നിങ്ങളെ പരിപാടി. ഓ. അപ്പോൾ അത് കഴിഞ്ഞാലുള്ള ബാക്കി പരിപാടി ബാങ്കുകാർ നോക്കിക്കോളും. സാറേ എങ്ങനെയെങ്കിലും ഈ മാസം നാളെയും കൂടെ ഉള്ളു ലാസ്റ്റ് പറഞ്ഞിട്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇത് എങ്ങാനും ഒരു അളവ് പെൻഡിങ് ആയാൽ നമ്മൾ എന്ത് സംഭവിക്കും? അത് ബാങ്കുകാർ ഒന്ന് കാർ എടുത്തോണ്ട് വയ്ക്കുള്ളൂ. അത് സാറിന് ഫ്രീ ആണ്. ഓ, സാറിന് ചിലവില്ല. ഇതൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ വണ്ടി എടുക്കേണ്ടതെന്ന് വെക്കുന്നത്. ലോൺ ഇട്ട് എൻ്റെ കയ്യിൽ പൈസ വരുമ്പോഴേ ഞാൻ എടുക്കുള്ളൂ. എനിക്കിപ്പോൾ തൽക്കാലം വണ്ടി വേണ്ട. എല്ലാ സഹായം ഞാൻ ചെയ്തു തരാം സാർ. വേണ്ട, എനിക്ക് ഇപ്പോൾ അതിന് ഒരുപാട് പേര് എന്നെ സഹായിക്കും. നാളെ ലാസ്റ്റ് ചാൻസ് ആണ് സാറേ, പ്ലീസ്. ഇല്ലെങ്കിൽ എനിക്ക് ജോലി പോകും സാറേ. നീ ഈ സംസാരിക്കുന്നത് വേറെ എവിടെയെങ്കിലും പോയി സംസാരിച്ചാൽ നിനക്കൊരു കച്ചവടം നടക്കണം. താല്പര്യമില്ലേ? അതുകൊണ്ടല്ലേ നമുക്ക് താല്പര്യമില്ലാത്ത. മനു, എനിക്ക് എടുക്കണം, കാർ എടുക്കണം. ഞാൻ എടുക്കണ കാര്യം വിടും. അപ്പോൾ വേണ്ടപ്പെട്ട ഒരു ടീമുണ്ട്, അവർ ചിലപ്പോൾ വണ്ടി എടുക്കും. അവരിടയ്ക്ക് ഇങ്ങനെ പറയണ പോലെ തോന്നി എനിക്ക് വണ്ടി വേണമെന്ന്. എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാ, ഭാര്യയും ഭർത്താവും ഗൾഫിൽ നിന്ന് വന്നിപ്പോൾ നാട്ടിലുണ്ട്. നമ്പറുണ്ടോ സാറേ? ഞാൻ പറഞ്ഞുതരാം, ആദ്യം പറയണ കേള്.
അപ്പോൾ സംഗതി ഭർത്താവ് ഇവിടെ പഞ്ചായത്തിലെ മെമ്പറാണ്. ഓ, അത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അത് നമുക്ക് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അയാളുടെ ഭാര്യയാണ്. ഭാര്യയാണ്. അപ്പോൾ അതുകൊണ്ട് നീ നേരെ ഭാര്യയെ പോയി കാണാം, കണ്ട് സംസാരിച്ച് എന്തൊക്കെ ഓഫർ ലോണെല്ലാം പെട്ടെന്ന് റെഡിയാക്കി തരുമെന്ന് പറയണം കേട്ടോ. ഈ 1 ലക്ഷം രൂപ അടയ്ക്കുന്ന കാര്യം പറയാം. ബാക്കി എന്താണെന്ന് വെച്ചാൽ നീ സംസാരിച്ച് അടിച്ചിട്ടാണോ? അത് ഞാൻ ആയിട്ട് സാറേ, എല്ലാ കാര്യങ്ങളും ഞാൻ ആയിട്ട്. സാറിൻ്റെ പേര് പറയണോ? നടക്കണ്ടെങ്കിൽ നീ എൻ്റെ പേര് പറഞ്ഞു. അല്ലല്ല, വേണ്ട, ഇല്ല പറയണില്ല. നമ്മളെ അത്ര വലിയ പഴയ ബന്ധുക്കളൊക്കെ തന്നെ, പക്ഷേ ഇപ്പം അത്ര സുഖത്തിലല്ല. അതുകൊണ്ട് എൻ്റെ പേര് പറയണ്ട. നീ സംസാരിച്ച് വീഴ്ത്തിക്കോ, നടക്കണമെങ്കിൽ നടക്കട്ടെ. നിന്റെ വിഷമം കണ്ടിട്ട് ഞാൻ സംസാരിച്ചു എന്നുള്ളത്. ഇങ്ങോട്ടാണ് പോകേണ്ടത്? അത് ഇവിടെ നേരെ അങ്ങോട്ട് പോകണം. ഒരു 100 മീറ്റർ ചെല്ലുമ്പോൾ ഒരു ഫ്രൂട്ട്സ് കടയുണ്ട്. ഫ്രൂട്ട്സ് കടയുടെ 1, 2, 3 ഇപ്പുറം 3ാമത്തെ വീട് വലത് സൈഡിൽ നീല ഗേറ്റ്. അകത്തോട്ട് ഇറങ്ങുമ്പോൾ ഒരു പഴയ വീടുണ്ട്. നിനക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിന് അവിടെ ഒരു കടലാസ് ചെടിയുണ്ട്. കടലാസ് പൂക്കൾ ഉള്ള ചുവന്ന കളർ കടലാസ് ചെടി. ആ ചെടിയുള്ള വീട് കാണാൻ പറ്റും. അകത്തോട്ട് ഇറങ്ങണം. നീ വണ്ടി വീട്ടു പേരൊന്നുമില്ല, നീ അങ്ങോട്ട് ചെന്നാൽ മതി. നിനക്ക് കച്ചവടം എങ്ങനെയെങ്കിലും അടിച്ചിടാൻ നോക്ക്. സെറ്റ് ചെയ്തിട്ട് ഞാൻ വിളിക്കാം. എന്നെ വിളിക്കൊന്നും വേണ്ട, നിന്റെ കാര്യം നടക്കട്ടെ. ശരി. സാറിന്റെ പേര് പറയണില്ല. സാറിനെ ഒന്ന് കാണാൻ പോ നോക്കി. അവരിപ്പോ ഉണ്ടോ വീട്ടിൽ? ഇവിടെ അവരുണ്ടേ, അതല്ല ഞാൻ പറഞ്ഞേ. ചെല്ല്. കലക്ക്. ആ പെണ്ണ് വണ്ടി വേണമെന്ന് പറഞ്ഞ് ബഹളം വയ്ക്കും. ഇപ്പം വീട് പണി നിർത്തി വെച്ചേക്കണം. അമ്പളിക്കൂട്ടെ ഇപ്പം തന്നെ വണ്ടി എടുക്കും. അതിൻ്റെ പേരിൽ ഒരു അടി നടക്കും. അതൊന്ന് കണ്ട് സൂഹിക്കാം. ഗുഡ് മോർണിംഗ് ചേച്ചി. ചേച്ചി വീട്ടിലെ ചേച്ചിയല്ലേ? അതെ. അതാണ് മനു. ഏത് മനു? ഞാനാണ് മനു. ചേച്ചി എനിക്ക് പരിചയമൊന്നുമില്ല, ഒരാൾ പറഞ്ഞു വിട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്തേ? ഒരു പുതിയ കാറ് വാങ്ങുന്നതിനെ കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ ഒരു പ്ലാൻ ഇല്ലേ? ഓ, കാർ മേടിക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് മേടിക്കുന്ന കാര്യമൊന്നും പറഞ്ഞില്ല. ആര് പറഞ്ഞില്ല? ഹസ്ബൻഡേ. എൻ്റെ ചേച്ചി ആ കാലമൊക്കെ കഴിഞ്ഞു. ഇപ്പം ഏത് കാറ് വാങ്ങണം, ഏത് കളർ വേണം, അതിൽ ഡീസൽ അടിക്കണോ പെട്രോൾ അടിക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഹസ്ബൻഡ് അല്ല, ചേച്ചിയെ പോലുള്ള ചേച്ചിമാരാണ്. മനസ്സിലായില്ലേ? അല്ല, ലോൺ അടച്ചു പോകുക എന്നുള്ള ഉത്തരവാദിത്തം മാത്രമേ ഉള്ളൂ ഹസ്ബൻഡിന്. കാറിലങ്ങ് ഞെളിഞ്ഞിരുന്ന് പോവുക. അതാണ് ചേച്ചിയുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളത്. വിദേശത്തൊക്കെ ജോലി ചെയ്ത ചേച്ചിക്കൊന്നും ഇത് പറയേണ്ട കാര്യം ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? എങ്ങനെ? വിദേശത്തൊക്കെ ജോലി ചെയ്യേണ്ട ചേച്ചിക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യം ഉണ്ടോന്ന്? ഞാനോ? മോനെ ഇങ്ങോട്ട് ആരാ പറഞ്ഞു വിട്ടെ? ചേട്ടൻ ഒരു ഇവിടെ വന്ന് പറഞ്ഞായിരുന്നു ചേച്ചി പറയണ പോലെ. ആ, തടിയുള്ള ഇച്ചിരി കഷണ്ടി ഇല്ല, ഒരു വെള്ളമായിട്ട് ഒരു മണ്ടനെ പോലെ ഇരിക്കും കാണാൻ. അതെ, മണ്ടനൊന്നും അല്ല കേട്ടാ. നിങ്ങൾ കാണുന്നവരങ്ങനെ മണ്ടനാ പൊട്ടനാന്ന് പറയണ എങ്ങനെയാ? കണ്ടപ്പോ തോന്നി അതുപോലെ. എന്ത് കണ്ടപ്പോ തോന്നി? ലുക്ക് തോന്നി. അതാ വീട്. അപ്പൊ ഇത് ഞാൻ ഇപ്പുറത്തെ വീട്ടില്. ഇത്ര ചൂടാവേണ്ട കാര്യം തോന്നുന്നു. അല്ല, വഴി കൂടി പോണ ഒരു മണ്ടനാ പറഞ്ഞത്. ഒരു അബദ്ധം പറ്റിപ്പോയി, അതാണ് മനു. കാർ മേടിക്കാൻ വേണ്ടിട്ട് നിങ്ങളാണോ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? അവർക്ക് കാർ മേടിച്ചു കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ലേ? ഇത് മേടിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. ഇയാള് കാറും കൂടി മേടിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഇവിടെ ഒരു മനുഷ്യന് ജീവിക്കണ്ട ക്ലീറ്റോ. എന്റെ മരക്കഴുതേ, അതെ, അവര് കാറും വാങ്ങിക്കൂല, ലോറിയും വാങ്ങിക്കൂല. നിനക്ക് തലയിൽ ആള് താമസിച്ചോടി. അവർക്ക് മേടിക്കാൻ പാടില്ല. അവൻ്റെ കയ്യിൽ പൈസ അല്ല, കുന്തം ഇരിപ്പുണ്ട്. അതൊക്കെ ഉണ്ടാവും. അവനിപ്പോൾ വീട് പണി എന്നെ നിർത്തി വെച്ചെങ്കിൽ എന്താണെന്നറിയാമോ? കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടാ. ഇനിയിപ്പോൾ എൻ്റെ അളിയന് വാടക കൊടുത്തോന്നൊക്കെ ഉള്ളത് ദൈവത്തിനറിയാം. അതൊക്കെ പറയാനുള്ള ഇത് കാർ ഇത് മേടിച്ചിട്ടുണ്ടെങ്കിൽ ക്ലീറ്റോ ഒറ്റ ഒരാളതിന് ഉത്തരവാദിയുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. എടി, ഇതിപ്പോൾ എൻ്റെ മനസ്സിൽ വേറൊന്നുമല്ല.
ഈ കാറ് വേണമെന്ന് പറഞ്ഞ് എവള് ബഹളം വയ്ക്കുമ്പോൾ അവനും അവളുമായിട്ടൊരു വഴക്കാവും ഒരു ഉടക്കാവും കുറച്ച് ദിവസത്തേക്ക് അവർ അടിച്ച് പിരിയണത് കാണാൻ ഒരു സന്തോഷം, അത്രേ ഉള്ളൂ. ഇച്ചിരി കൂടിപ്പോയി. കൂടുതലൊന്നുമില്ല. പിന്നെ അവൻ്റെ തള്ള അങ്ങനെയല്ലേ, അവൻ ഗൾഫിൽ മറ്റേ മല മറിച്ച് ആ പെണ്ണിൻ്റെ തള്ളാണെങ്കിൽ എനിക്ക് സഹിക്കൂല. മറ്റവനും കൂടെ വന്നിട്ട് ഇന്ന് അടി നടക്കണമെന്ന് കാണണം. അയ്യോ കാറ് വാങ്ങാനുള്ള പ്ലാൻ ഉണ്ടേ, അതിന് വേണ്ടി ആള് വന്നതാ. അതിന് പൈസ ഉണ്ടെങ്കിൽ കൊടുക്കണ്ടേ 1,00,000 രൂപ? പൈസ പറഞ്ഞു, പക്ഷെ വേറൊരു സ്കീം ഉണ്ട്, NRIയുടെ ഒരു സ്കീം ഉണ്ട്. പിന്നെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്താൽ മതി. ഞങ്ങൾ NRI ആയിരുന്നല്ലോ, അപ്പൊ അതിന്റെ ഡൗൺ പേയ്മെന്റ് കുറയും. 0% ആണ് ഇപ്പൊ അയാള് പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്നുവെച്ചാല് അതായത് ഞങ്ങൾ NRIയുടെ കുറച്ച് പേപ്പേഴ്സ് സബ്മിറ്റ് ചെയ്താലേ ഡൗൺ പേയ്മെന്റ് കൊടുക്കണ്ട. 1,00,000 രൂപ കൊടുക്കണ്ടേ? വേണ്ട, ഒന്നും കൊടുക്കണ്ടേ? അങ്ങനെയാ പറഞ്ഞത്. നല്ല കാര്യായി. അപ്പൊ മേടിക്കാൻ തീരുമാനിച്ചോ? അപ്പൊ അമ്പിളിക്കുട്ടൻ ചേട്ടനോടൊന്ന് ആലോചിക്കുന്നു. അല്ല, അമ്പിളിക്കുട്ടൻ ചേട്ടൻ വന്നിട്ട് ഡിസ്കസ് ചെയ്തിട്ട് എന്തായാലും മേടിക്കും. എന്താ വെച്ചാൽ നമുക്ക് എന്തായാലും കാറൊക്കെ ഉണ്ടായിരുന്നല്ലേ, പിന്നെ ഈ അടുത്താ കൊടുത്തതേ. അപ്പൊ കാറില്ലാണ്ട് എങ്ങനെയാ? അപ്പൊ 1,00,000 രൂപ നിങ്ങൾ കൊടുക്കാതെ പൈസ ലോൺ ഫുള്ള് ലോണോ അങ്ങനെ കൊടുക്കുവോ? അങ്ങനെ ഉണ്ട് ക്ലിറ്റസ് ചേട്ടാ ഒരു സ്കീം. NRIയുടെ പേപ്പേഴ്സ് മതി എന്നാ പറഞ്ഞത്. അതുകൊണ്ടല്ലേ ഞങ്ങൾ പിന്നെ ദുബായിലായിരുന്നപ്പോ കാറൊക്കെ അതെന്തായാലും നന്നായി. ശരി, ഒച്ച പാടില്ലേ? ഒച്ചക്ക് ത്രോട്ടിന് വയ്യ, സിറപ്പ് കാണിച്ചിട്ടുണ്ട്. ശരി, ഒന്ന് വന്നേ. എൻ്റെ ദൈവമേ, കെട്ടാണെങ്കിൽ ബന്ധുക്കളില്ലാത്ത പെണ്ണുങ്ങളെ നോക്കി കെട്ടണം. എന്താ പെണ്ണുങ്ങൾക്ക് ബന്ധുക്കൾ ഉണ്ടാവില്ലേ? പിന്നെ അമ്പിളിച്ചേട്ടൻ എന്താ അങ്ങനെ പറഞ്ഞേ? ഇതിന്റെ കുഴപ്പം ഇപ്പം തോന്നുന്നു. കല്യാണത്തിന് പോകണ്ടേ അമ്പിളിച്ചേട്ടാ? അതല്ലേ ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ട്രെയിൻ ടിക്കറ്റ് ഇല്ല, ട്രെയിനിൽ ടിക്കറ്റ് ഇല്ല, വെക്കേഷൻ ആണ്ട് എല്ലാം ഫുള്ളാണ്. അപ്പൊ ഞാനതല്ലേ പറഞ്ഞു, നമുക്ക് ട്രെയിനിന് പോകേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ട്രെയിനിൽ പോവാതെ ഫ്ലൈറ്റിൽ പോകാനാ പാലക്കാട് വരെ? അല്ല, നമുക്ക് കാറിൽ പോവാം. ആരാ കാറിൽ? എടീ, ഒരു ടാക്സി പിടിച്ച് പോകണമെങ്കിൽ എത്ര രൂപ വേണമെന്നറിയാമോ? എനിക്കൊന്നും പറ്റില്ല മഞ്ഞ ബോർഡ് വെച്ച് ടാക്സിയിൽ വന്ന് അവിടെ ചെന്ന് ഇറങ്ങാനായിട്ട്. പിന്നെ നമുക്കേ ഒരു കാറ് വാങ്ങാം. നേരത്തെ ഒരാളിവിടെ വന്നിട്ടുണ്ടായിരുന്നു. അയാൾ പറഞ്ഞ സ്കീം കേട്ട് കഴിഞ്ഞാൽ അമ്പിളിച്ചേട്ടനും ഇഷ്ടപ്പെടും. ഡൗൺ പേയ്മെന്റ് ഇല്ലാണ്ടേ കാറ് വാങ്ങാൻ പറ്റും. ഡൗൺ പേയ്മെന്റ് ഇല്ലാതെ കാർ? അതെന്ന് തോന്നുന്നു. ഡൗൺ പേയ്മെന്റ് ഇല്ലാണ്ട് കാറ് വാങ്ങാൻ പറ്റും. കുറച്ച് NRI നമ്മുടെ കുറച്ച് പേപ്പേഴ്സും പിന്നെ വേറെ എന്തൊക്കെയോ പേപ്പറുകൾ പറഞ്ഞു. അത് അമ്പിളിച്ചേട്ടൻ ചോദിച്ചാൽ മതി, അതൊക്കെ സബ്മിറ്റ് ചെയ്ത്. അതല്ല, എനിക്ക് മനസ്സിലാവില്ല. പുതിയ കാർ വാങ്ങണ കാര്യമാണ് നീ പറഞ്ഞത്. നിനക്കിത് തലയ്ക്ക് സുഖമില്ലേടി? എന്താ അതിനാണ് ഡൗൺ പേയ്മെന്റ് കൊടുക്കണ്ടെന്ന് പറഞ്ഞത്. ശരി, അത് ഡൗൺ പേയ്മെന്റ് കൊടുക്കണ്ട. അത് കഴിഞ്ഞ് മാസം ആരും ഒന്ന് അടയ്ക്കും. അതൊക്കെ അടഞ്ഞു പോയിക്കോളും. അതൊക്കെ അടഞ്ഞു വെക്കോളാം. എങ്ങനെ അടഞ്ഞു പോകും? അതൊക്കെ അടഞ്ഞു പോയിക്കോളും. അമ്പിളിച്ചേട്ടൻ അത് ഇങ്ങനെ പറയുന്നത്. നമ്മൾ ഇങ്ങനെ ഓരോന്നൊക്കെ നോക്കിക്കൊണ്ടിരുന്നാലേ ജീവിതാവസാനം വരെ ഇങ്ങനെ മൊരടിച്ച് ജീവിക്കേണ്ടി വരും, ദാരിദ്ര്യം പിടിച്ചിട്ട്. കുറച്ചൊക്കെ മനസ്സമാധാനമില്ലേ? നീ അതും കൂടെ തകർക്കുവോ? എന്ത് മനസ്സമാധാനക്കേട്? ഇപ്പൊ ഒരു കാറ് വാങ്ങിച്ചു വെച്ചിട്ട് എനിക്ക് എന്റെ ബന്ധുക്കളുടെ മുന്നിൽ കാറിൽ പോയി ഇറങ്ങണം. എന്റെ വീട്ടിലെ എല്ലാവർക്കും കാറുണ്ട്, അത് 1, 2, 3 ഒക്കെ. ഞാൻ തന്നെ അമ്പിളിച്ചേട്ടൻ ഒരു കാറും കൊണ്ടുവന്നിട്ടല്ലേ വന്നത്. ഒരു കാർ വാങ്ങിക്കണമെങ്കിൽ മാസം എത്ര രൂപ അടവ് വരും എന്നറിയാമോ? അതൊരു 10,000-20,000 രൂപയ്ക്കല്ലേ വരുള്ളൂ. അത് ഈ 10-20 എന്ന് പറയുന്നത് നിനക്ക് ഇത്ര ചീളുപോലെ എങ്ങനെ പറയാൻ തോന്നണേ? നിനക്ക് എൻ്റെ ശമ്പളം എത്രയാണെന്ന് അറിയാമോ? എൻ്റെ വരുമാനം എത്രയാണെന്ന് അറിയാമോ? നിനക്കിവിടെ ജോലിയൊന്നും ഇല്ല എന്നുള്ള കാര്യം നിനക്ക് അറിയാമോ? അത് പോട്ടെ, ഇങ്ങോട്ട് നമ്മൾ വീടിൻ്റെ ഹൗസിംഗ് ലോൺ എഴുതി കൊടുത്തിട്ടില്ലേ? അത് കിട്ടുമ്പോൾ മാസം എത്ര രൂപ അടയ്ക്കണമെന്ന് അറിയാമോ? അമ്പിളിച്ചേട്ടാ, ഇതാ ഞാൻ പറഞ്ഞത്. നമ്മൾ ഇത്രയും കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാലേ ഇത് ഇപ്പോഴും ഇങ്ങനെയൊന്നും നടക്കില്ല. നമ്മൾ ഇങ്ങനെ ദാരിദ്ര്യം പിടിച്ച് മുന്നോട്ട് ജീവിക്കേണ്ടി വരും. ഈ കാറൊന്നും വാങ്ങാൻ സമ്മതിച്ചാൽ എന്താ ഇപ്പൊ അമ്പിളിച്ചേട്ടന്? ഞാൻ വലിയ കാര്യമൊന്നുമല്ലല്ലോ പറഞ്ഞത്, കപ്പൽ വാങ്ങിച്ചാലൊന്നുമല്ലല്ലോ പറഞ്ഞത്. ഒരു ചെറിയ കാറല്ലേ, ഒരു കുഞ്ഞു കാറ് വാങ്ങിച്ചതുകൊണ്ട് അമ്പിളിച്ചേട്ടന്റെ ആകാശം ഇടിച്ച് തല വീഴൊന്നുമില്ല. എനിക്ക് കാറ് കിട്ടിയേ പറ്റുള്ളൂ. എനിക്ക് എന്റെ ബന്ധുക്കളുടെ മുമ്പിൽ കാറിൽ പോയി ഇറങ്ങണം. എനിക്ക് കുറച്ച് അന്തസ്സും അഭിമാനമൊക്കെ ഉണ്ട്. അല്ലാതെ നിസ്സാര ഇങ്ങനെ കുഞ്ഞു ജോലി ചെയ്യണ ഒരാളുടെ കൂടെ അല്ലല്ലോ ഞാൻ എന്റെ അച്ഛനും അമ്മയും ഇറക്കി വിട്ടത്. നല്ല അന്തസ്സായിട്ട് ഗൾഫിൽ ജോലിയുള്ള ഒരാളുടെ കൂടെ അല്ലേ. ആ ജോലി കളഞ്ഞിപ്പോ ഇവിടെ വന്ന് നിന്ന് ഓരോന്നൊക്കെ ചെയ്ത് നടക്കണതിന് ഞാനല്ല കുറ്റക്കാരി. ഗൾഫിലായിരുന്നെങ്കിൽ മര്യാദയ്ക്ക് നല്ല അന്തസ്സായിട്ട് കാറിലൊക്കെ പോയി വരായിരുന്നു. തീർന്നില്ല. അല്ല, ഇതുപോലെ ഭാര്യയുടെ വാക്ക് കേട്ട് തുള്ളിയവന്മാരെല്ലാം ഇന്ന് പിച്ചക്കാരൻ്റെ പ്രാന്ത് എടുത്ത് നടക്കുന്നുണ്ട്. നമ്മളെ കൊക്കിൽ എന്താണോ ഒതുങ്ങുന്നത് അതേ കൊത്താവും. മനസ്സിലായ? എനിക്കൊന്നും മനസ്സിലായില്ല. എനിക്ക് കാർ കിട്ടേ പറ്റുള്ളൂ അമ്പിളിച്ചേട്ടാ. ഇതിൽ യാതൊരു മാറ്റവും ഇല്ല. എന്താ അമ്പിളിച്ചേട്ടൻ ഈ പറയണേ? എനിക്ക് എന്റെ അന്തസ്സ് നോക്കണ്ടേ?
നിങ്ങൾ ഇത്ര നിസ്സാരമായിട്ട് കാണണല്ലോ അതും. അയാള് പറഞ്ഞ പോലെ ഡൗൺ പേയ്മെന്റ് ഇല്ലാണ്ട് കാറ് വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്ത് സുഖ. ഈ മര്യാദക്ക് നമുക്ക് കല്യാണത്തിന് കാറിൽ പോയി ഇറങ്ങിയാ പോരെ അവിടെ. നിനക്കിപ്പോ എന്തോന്ന് വേണം? എനിക്ക് കാറ് വേണം. ഒരു കാർ വേണം. കല്യാണത്തിന് നിനക്ക് പോയ ഒരു കാർ വേണം. എനിക്ക് അന്തസ്സായിട്ട് കാറിൽ ചെന്ന് അത് മതിയല്ല? മതി. വാങ്ങിച്ചതുപോലെ. ഓടി വന്നേ. ദേ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം. ദേ അമ്പിളിക്കുട്ടൻ ചേട്ടൻ വണ്ടി മേടിച്ചു. അളിയാ കൊള്ളാമോ? നല്ല വണ്ടിയല്ലേ ക്ലീറ്റോ? ഇഷ്ടപ്പെട്ട? ഓ വെള്ള കളർ ഇച്ചിരി ചേഞ്ച് ചെയ്യായിരുന്നു. വെള്ള മതി. വെള്ള എനിക്ക് ഇഷ്ടം. വെള്ള ആകുമ്പോ ഒരു സ്റ്റാൻഡേർഡ് കളറല്ലേ അളിയന്റെ ഡ്രസ്സിനെ പോലെ. കൊള്ളാട്ടോ. ഇതിപ്പോ എടുക്കാൻ പോയപ്പോ ഒന്നും പറഞ്ഞില്ലല്ലോ. സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ആർക്ക്? ഞങ്ങൾക്കോ? അതൊക്കെ പിന്നെ പറയാം. അപ്പൊ അളിയാ കുറച്ച് തിരക്കുണ്ട്. നാളെ രാവിലെ വരെ കല്യാണത്തിന് വേണം. ഇവിടെ കുഞ്ഞമ്മര. കുഞ്ഞമ്മര മോളെ കല്യാണം പാക്ക് ചെയ്യാനൊക്കെ ഉണ്ട്. പാലക്കാടാണ്. നാളെ രാവിലെ വിടും. 2-3 ദിവസം കാണൂല കേട്ടോ. ചെല്ലട്ടെ ചേച്ചി. സന്തോഷായല്ലോ അല്ലേ? സന്തോഷായി. കൊറേ പാക്ക് ചെയ്യാനുണ്ട്. ശരി. ഡസ്ട്രാ. ക്ലീറ്റോ, ഞാനൊരു സത്യം പറയട്ടെ. ചില ആണുങ്ങളെ പെണ്ണ് കാണാൻ പോവും. അവരേത് പെണ്ണ് കണ്ടാലും അവർക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല. ആ പെണ്ണുങ്ങളുടെയൊക്കെ കല്യാണം വേഗം നടന്നു പോകും. അതുപോലെ ക്ലീറ്റോൻ്റെ കാര്യം. ഇപ്പം അവർക്ക് കാറും വേണ്ടായിരുന്നു, ബൈക്കും വേണ്ടായിരുന്നു, സൈക്കിളും വേണ്ടായിരുന്നു, ഒന്നും വേണ്ടായിരുന്നു. വെറുതെ അവിടെ പോയി ഇളക്കി കാറിൻ്റെ കാര്യം പറഞ്ഞ് അവർ കാർ മേടിച്ചു. നല്ലതാ. വീടിന് മാത്രം ഉപകാരമില്ലാത്തുള്ളൂ. നാട്ടുകാർക്കൊക്കെ നല്ലതാ. ഇനിയിപ്പോൾ അതിനകത്തോട്ട് നോക്കി വെള്ളവർക്ക് ഇരുന്നിട്ട് എന്താ കാര്യം? വന്ന് കിടക്കാൻ നോക്ക്. ഇടയ്ക്ക് എനിക്ക് വാതിലടയ്ക്കണം കേട്ടോ. അയ്യോ ഇതാരി സ്ക്രാച്ച്. അതെന്തൊരു വലിയ സ്ക്രാച്ച് നോക്കിയേ. എവിടെ പോവാ? നീ പറഞ്ഞേ നോക്കട്ടെ ബാക്കിയുള്ളടത്തോളം ഉണ്ടോന്ന്. അപ്പുറത്ത് എങ്ങനെ ഉണ്ടോ? ഇല്ലല്ല അപ്പുറത്ത് മാത്രമല്ല അവിടെ മാത്രമല്ല. ദൈവമേ, ഇതെങ്ങനെ സംഭവിച്ചു? സ്ക്രാച്ച് ഇത്ര വലുത് ആര് ചെയ്തത്? ഓര് ചെയ്യാനാ? ഈ കോമ്പൗണ്ടിൽ ഒറ്റ രാത്രി കൊണ്ട് ആരും ഒന്ന് ചെയ്യാനാ? അപ്പുറത്തെ ക്ലീറ്റർ സൈഡിലായിരിക്കും. അവ അങ്ങനെ ചെയ്യില്ല. അവന് വണ്ടി കച്ചവടം കൊള്ളയില്ല. അതുകൊണ്ട് അവൻ അങ്ങനെ ചെയ്യില്ല. അതൊക്കെ ശുദ്ധ മനസ്കരായി പോയാലൊന്ന് വിളിച്ച് ചോദിച്ചു. അങ്ങനെ അല്ലടി. വണ്ടി കച്ചവടം കൊള്ള അങ്ങനെ ചെയ്യില്ല. കാര്യം അത് വെച്ചില്ല അവൻ ജീവിക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും സ്ക്രാച്ച് നോക്കിക്കൊണ്ട് നിൽക്കണം. വിളിച്ച് ചോദിക്കേ. ആരെടുത്ത്? ക്ലീറ്റർ സാറിനെ വിളിച്ച് ചോദിക്കേ. ചോദിക്കാനാ? എന്തോ ചേച്ചി. ഓ ഇറങ്ങിയോ? പോയിട്ട് വാ. പോയിട്ട് വരാനാ? നീ കണ്ടാ കാറ്? അത് മൊത്തം നക്കറ് മുക്കറ വരച്ചു വെച്ചിരിക്കുന്നു. അത് നോക്ക്. സ്ക്രാച്ച്. അതെന്തുകൊണ്ട്? അയ്യോ, ആർക്കറിയാം ഒരു രാത്രിയോട്ട് എങ്ങനെ ചേച്ചി സംഭവിച്ചത്? അയ്യോ, ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ലാട്ടോ അതിന് മുമ്പ്. എന്താന്നടേ കണ്ടടാ ആരോ ഇങ്ങനെ മൊത്തം വരച്ചു വെച്ചിട്ടുണ്ടോ വണ്ടിയില് മൊത്തം? വരച്ചോ? വണ്ടിയിലോ?
മൊത്തത്തിൽ നമ്മുടെ മുറ്റത്ത് വന്നിട്ട് ഇങ്ങനെ ചെയ്യാനായിട്ട് അതാരാണ് തെമ്മടുത്തരായി പോയി ആരും ഇത് ഇതായി പറയണത് വണ്ടിയൊക്കെ കേറ്റിയിടാൻ ഷെഡൊക്കെ ആദ്യം ഉണ്ടാക്കണം എന്നിട്ട് വേണം ഇതൊക്കെ മേടിച്ചിടാനായിട്ട്. ഇതിപ്പോ ആരിങ്ങനെ വന്ന് ചെയ്യാനാ തങ്കം എന്റെ ചേച്ചി? പൊന്ന് തങ്കം, ഈ വണ്ടി കണ്ടവന്റെ വണ്ടിയാണ് ഞാൻ. കണ്ടോന്റെ വണ്ടിയാ? ഓ, നിനക്ക് അറിയാമോ, ഇവള് പുതിയ വണ്ടിയിലെ കല്യാണത്തിന് പോകുന്നു ഇവിടെ കിടന്ന് വാശി പിടിച്ചോണ്ട് ഇന്നലെ എന്റെ കൂട്ടുകാർ ഇന്നലെ ഇറക്കിയ വണ്ടിയാണ്. ഞാൻ ഇപ്പൊ 2 ദിവസം കല്യാണത്തിന് പോയിട്ട് തിരിച്ചുകൊണ്ട് വരാന്ന് പറഞ്ഞ് വാങ്ങിച്ചോണ്ടിട്ട വണ്ടിയാണ്. ഈ ഗതികേടാക്കി. അത് എന്നാലും ഇത് ഭയങ്കര മോശമാണ് ഈ കാണിച്ചു വെച്ചേക്കണേ. ഇത് ആരാ ചെയ്തെന്നറിയാമോ? ആര്? ഇന്നലെ രാത്രി ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകാൻ വന്നപ്പോ ഒരാളെ ഇതിന്റെ ചുറ്റും കിടന്ന് കറങ്ങണമെന്ന് ഞാൻ കണ്ടു. ആര് ഇറങ്ങിയത്? ഒരു കണ്ടം പൂച്ചയല്ലേ, ഒരു കറുത്ത കണ്ടം പൂച്ച. ആ പൂച്ച കണ്ടം പൂച്ച ഇങ്ങനെയൊക്കെ വരയ്ക്കോ? പിന്നെ അത് ഇതും ചെയ്യും, ഇതിന്റെ അപ്പുറവും ചെയ്യും. ഇത് മനുഷ്യരായിട്ട് ആരും ചെയ്തെന്നല്ല, ഇത് അത് തന്നെ പൂച്ച തന്നെ. നിനക്ക് സമാധാനമല്ല, മതിയായില്ല, നിനക്ക് തൃപ്തിയായില്ല. ഇങ്ങനെ വരയ്ക്കുന്നത്? കണ്ടം പൂച്ച വരയ്ക്കുന്നതല്ലല്ലോ, ആരായാലും വരച്ചല്ലേ, നിനക്ക് തൃപ്തിയായില്ല. പുതിയ കാറിന് പോവുള്ളൂ. കാർ ഇവിടെ കൊണ്ടിട്ട് ഇങ്ങനെ നശിപ്പിക്കുന്നത് ഞാൻ അറിഞ്ഞോ? ഇവനെ കൊണ്ട് വണ്ടി എനിക്ക് എപ്പോഴും അറിയായിരുന്നു. കണ്ടോന്റെ വണ്ടി മതി ഷൈൻ ചെയ്യാൻ പരാതി. കണ്ടമുച്ചോടെ നിന്നേ. എന്റെ ക്ലീറ്റോ, നിങ്ങൾ എന്താ ചെയ്യണ്ടെന്ന് അറിയാമോ? അവനവനൊന്നും ചെയ്യാൻ നിർത്തിയില്ല, എന്നിട്ട് മറ്റുള്ളവന്റെ മുതലിട്ട് കൊടുത്തും ഇനി ആ ചവരിലെ പെയിന്റും കൂടി ഇളക്ക്. Alien versus Alien.